കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾക്ക് വിവാഹത്തിനായി പരോൾ അനുവദിച്ച ഹൈക്കോടതി. തൃശൂർ സ്വദേശി പ്രശാന്തിനാണ് പരോൾ അനുവദിച്ചത്. പ്രശാന്തിന്റെ അമ്മയുടെ ഹർജിയിലാണ് ഉത്തരവ്. ശിക്ഷിക്കപ്പെട്ടിട്ടും യുവാവിനോടുള്ള സ്നേഹം യുവതി തുടരുന്നുവെന്നും ധീരമായ ഈ നിലപാട് കോടതിക്ക് അവഗണിക്കാനാകില്ല എന്നും ഉത്തരവിൽ. പെൺകുട്ടി സന്തോഷവതിയാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നുവെന്നും കോടതി പറഞ്ഞു. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഒരു തടവ് പുള്ളിയുടെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധിന്യായം പുറപ്പെടുവിച്ചത്, അല്ലേ? എന്താണ് ഈ വിധിന്യായത്തിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്? അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രതിക്ക് പരോൾ അനുവദിക്കുന്നതിന് ഹൈക്കോടതി പ്രത്യേകമായ ജൂറിസ്ഡിക്ഷൻ കൂടി ഉപയോഗിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഈ പ്രതിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. തൃശൂർ സ്വദേശിയായ പ്രശാന്തിന്റെ അമ്മ നൽകിയ ഒരു ഹർജിയാണ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. ഇതിൽ പറയുന്നത്, വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, മകൻ ജയിലിലാണ്, ആ മകന്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പരോൾ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രശാന്ത് വിയൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് വിവാഹം നടക്കണമെങ്കിൽ പരോൾ വേണം. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിക്ക് വേണ്ടി ആ ഒരു യുവതിയുടെ കൂടി ഒരു മനോഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ഈ യുവാവിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും യുവാവിനോടുള്ള സ്നേഹം യുവതി തുടരുകയാണ്. വധുവിന്റെ ഈ ധീരമായ നിലപാട് കോടതിക്ക് അവഗണിക്കാനാവില്ല. കുറ്റവാളിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയുടെ വീക്ഷണകോണിൽ നിന്നാണ് കേസിനെ ഹൈക്കോടതി നോക്കിക്കാണുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. അമേരിക്കൻ കവയിത്രി മായ ആഞ്ചലോയുടെ ഒരു പ്രണയ കവിത ഉൾപ്പെടെ ആ ഓർഡറിൽ ഉദ്ധരിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഈ പരോൾ അനുവദിക്കുകയാണ്. ജയിൽ ചട്ടങ്ങൾ പ്രകാരം സ്വന്തം വിവാഹത്തിന് ഒരു കുറ്റവാളിക്ക് പ്രത്യേകമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള ഒരു അടിയന്തര അവധി അനുവദിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ ജയിൽ അധികൃതർ ഈ പരോൾ നിഷേധിച്ചിരുന്നു. പക്ഷേ കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല, കോടതി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കോണിൽ നിന്നാണ് കോടതി ഈ വിഷയത്തെ കാണുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കോടതി എന്തായാലും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നടപടി എന്നതുൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. പെൺകുട്ടി സന്തോഷവതിയാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു എന്നുകൂടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയത്. കൊലക്കേസ് പ്രതിക്ക് വിവാഹത്തിനായി പരോൾ അനുവദിച്ചിരിക്കുകയാണ് കോടതി. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അഹമ്മദ് മുജ്തബ.